ബ്രിട്ടനിൽ കുടിയേറ്റം ചൂടേറിയ രാഷ്ട്രീയ വിഷയമായി മാറുമ്പോൾ കുടിയേറ്റത്തിന്റെ മറ്റൊരു മുഖം പ്രതിഫലിപ്പിക്കുകയാണ് അൽബേനിയൻ പട്ടണങ്ങൾ. അക്കരെ പച്ചതേടി പുരുഷന്മാർ സ്വയം മനുഷ്യക്കടത്തിന് വിധേയരാകാൻ നിന്നുകൊടുത്തപ്പോൾ പ്രിയപ്പെട്ടവരെയും കാത്ത് കണ്ണിലെണ്ണയൊഴിച്ചിരിക്കുന്ന ഭാര്യമാരുടെ ഭൂമികയായി മാറിയിരിക്കുകയാണ് അൽബേനിയൻ പട്ടണങ്ങൾ. സ്വന്തം രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറിയപ്പോൾ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുക എന്ന ഉദ്ദേശവുമായാണ് നൂറുകണക്കിന് ആളുകൾ അനധികൃതമായി ബ്രിട്ടനിലേക്ക് കടന്നത്. അർബൈൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. അൽബേനിയയിൽ സ്റ്റാറ്റിസ്റ്റീഷ്യനായിരുന്ന അർബൈൻ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം തേടിയാണ് ഭാര്യ ബെസ്മിരയെയും കുട്ടികളെയും തനിച്ചാക്കി ബ്രിട്ടനിലേക്ക് കടന്നത്. 5000 പൗണ്ട് നൽകി ചാനലിലൂടെ അനധികൃതമായി യാത്ര ചെയ്ത് ബ്രിട്ടനിലെത്തിയ ഇയാളിപ്പോൾ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുകയാണ്. ആഴ്ചയിൽ 6 ദിവസം പ്രതിദിനം 12 മണിക്കൂർ ജോലി ചെയ്താലാണ് വീട്ടിലേക്ക് അയക്കാൻ മാത്രം പണം ലഭിക്കുക. ഭാര്യ ബെസ്മിരയാണെങ്കിൽ ഭർത്താവിനൊപ്പം ജീവിക്കാനായിട്ട് കാത്തിരിക്കുന്നു. 2022 മാത്രം 13,000 അൽബേനിയക്കാരാണ് ബ്രിട്ടനിലേക്ക് അനധികൃതമായി എത്തിയത്. ഇവരിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. പണമുണ്ടാക്കാൻ നിരവധി അവസരങ്ങൾ ഒരുക്കുന്ന പാലും തേനും ഒഴുകുന്ന രാജ്യം എന്നതായിരുന്നു ബ്രിട്ടനെക്കുറിച്ച് മനുഷ്യക്കടത്തുകാർ അവരുടെ മനസ്സിൽ കുറിച്ച സ്വപ്നം. അതായിരുന്നു അൽബേനിയയിൽ നിന്നും കൂട്ടത്തോടെ ആളുകൾ ബ്രിട്ടനിലേക്ക് ഒഴുകാൻ കാരണമായത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും എത്തുന്ന പണമാണ് അൽബേനിയൻ പട്ടണങ്ങളെ ജീവനോടെ നിലനിർത്തുന്നതും. എന്നാൽ അതിനു പിറകെ നിരവധി സ്ത്രീകളുടെ വിരഹദുഃഖത്തിൽ ചാലിച്ച കണ്ണുനീരിന്റെ നനവുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല കുട്ടികളും തങ്ങളുടെ അച്ഛന്മാരെ കാണുന്നത് വീഡിയോ കോളുകളിലൂടെയാണ്. അകലങ്ങളിലിരുന്നുള്ള ആത്മാവില്ലാത്ത സംവേദം മടുത്തു തുടങ്ങിയെന്ന് ബെസ്മിര പറയുന്നു. ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല. നീണ്ടകാലത്തെ ഒറ്റപ്പെടൽ അൽബേനിയയിലെ പല സ്ത്രീകളെയും സാവധാനം വിഷാദരോഗത്തിലേക്ക് തള്ളിവിടുകയാണെന്നും കണ്ടെത്തലുണ്ട്. പുരുഷന്മാരുടെ കുടിയേറ്റം നിരവധി കുടുംബ ബന്ധങ്ങളെയാണ് നാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരിക്കലേറെ ഇഴയടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്ന അൽബേനിയൻ കുടുംബങ്ങളിൽ വിവാഹമോചനങ്ങളും വർദ്ധിച്ചു വരികയാണ്. കുടിയേറ്റ വിരുദ്ധരെ നേരിടാൻ കുടിയേറ്റ ആനുകൂല്യങ്ങളും ഇറങ്ങിയതോടെ ബ്രിട്ടൻ സംഘർഷഭരിതമാണെന്ന് വേണം പറയാൻ. എന്തായാലും ബീച്ച് ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ കുടിയേറ്റ വിരുദ്ധർക്കെതിരെ വംശീയ വിവേചനത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് കുടിയേറ്റ അനുകൂലികളും എത്തിയതോടെ അന്തരീക്ഷം സംഘർഷഭരിതമായി. ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നായിരുന്നു കുടിയേറ്റ വിരുദ്ധരുടെ ആവശ്യം. ഇന്നലെ തെക്കൻ ഇംഗ്ലണ്ടിന്റെ മറ്റു ഭാഗങ്ങളിലും കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം നടന്നിരുന്നു. പോർട്സ്മൗത്ത്, സതാംപ്ടൺ, ബേഡ്മത്ത് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പലയിടത്തും നൂറുകണക്കിന് കുടിയേറ്റ വിരുദ്ധരാണ് ഒത്തുകൂടിയത്. എല്ലായിടങ്ങളിലും അനധികൃത കുടിയേറ്റക്കാർക്കായി സർക്കാർ താമസമൊരുക്കിയ ഇടങ്ങളിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നത്.